ഏവർക്കും ഹിദ മീഡിയ തെർബിയ വിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ മടിയന്മാരാക്കുന്ന കുട്ടികൾ. ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഒരു സ്കൂളിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി. അക്കൂട്ടത്തിൽ സ്കൂൾ ബസ് സ്കൂളിൽ നിന്ന് 300 മീറ്റർ അകലെ നിർത്തി കുട്ടികളെ ഇറക്കാൻ തീരുമാനിച്ചു. അത് നടപ്പാക്കിയപ്പോൾ ചില രക്ഷാകർത്താക്കൾ കരുതുള്ളി ടീച്ചറുടെ അടുത്തെത്തി. എന്റെ കുട്ടി ഇത്ര ദൂരം നടക്കണോ? ടീച്ചർ ഉത്തരമല്ല പറഞ്ഞത്, തിരിച്ചൊരു ചോദ്യമാണ്. 300 മീറ്റർ നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കില്ലേ? അതിന് കഴിയില്ലെങ്കിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റിക്കൊള്ളൂ. ഇന്നത്തെ പല മാതാപിതാക്കളുടെയും ചോദ്യങ്ങൾ ഇതുപോലുള്ളതാണ്. കുട്ടികളെ മേലനങ്ങാതെ വളർത്തണം. പിഞ്ചുകുട്ടികൾ പാവക്കുട്ടിയെ കൊണ്ടു നടക്കുന്ന പോലെയാണ് അവർ മുതിർന്ന കുട്ടികളെ കൊണ്ടു നടക്കുന്നത്. അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ പാടില്ല. പഠിക്കുക, ഭക്ഷണം കഴിക്കുക, മൊബൈൽ നോക്കുക, കൂട്ടുകാരുമായി ചാറ്റ് ചെയ്യുക, മറ്റൊന്നും അറിയണ്ട. കുട്ടികളെ ഇങ്ങനെ സുഖിപ്പിച്ച് നശിപ്പിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. സ്കൂൾ കുട്ടികളെ ക്യാമ്പിന് കൊണ്ടുപോകുമ്പോൾ 8 മുതൽ 10 കിലോമീറ്ററൊക്കെ കാട്ടിലൂടെ നടത്താറുണ്ട്. ചിലരൊക്കെ മടി കാണിക്കും, വെയ്യെന്ന് പറയും. ജീവിതത്തിൽ ഒരിക്കലും 2 കിലോമീറ്റർ പോലും നടക്കാത്ത എത്രയോ കുട്ടികൾ. ആരാണ് ഇവരെ ജീവനുള്ള മൃതശരീരങ്ങളാക്കിയത്? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർ പഠിക്കുന്നത്, കാണാത്ത വശങ്ങൾ കാണുന്നത്, പുതിയ അറിവുകൾ കിട്ടുന്നത്. ബാങ്കിൽ പോയി ഒരു ഫോം ഫിൽ ചെയ്യാൻ പോലും അറിയാത്ത ധാരാളം കോളേജ് കുട്ടികളുണ്ട്. പത്രം വായിക്കാത്തവരുണ്ട്. ചുരുങ്ങിയത് തൊഴിൽ വിദ്യാഭ്യാസം പേജെങ്കിലും കുട്ടികൾക്ക് വായിച്ചുകൂടെ? മുറ്റം തൂത്തുവാരാനും പാത്രം കഴുകാനും കറിക്കു കഷ്ണമരിയാനും അമ്മിയിൽ തേങ്ങ അരക്കാനും പുല്ലരിയാനും ആവശ്യത്തിന് കിളക്കാനും മരം കയറാനും പപ്പായ പറിക്കാനും ഒക്കെ പഠിച്ചാൽ നല്ലത്. നഗരവാസികൾക്ക് ഇതിൽ പലതും ആവശ്യമില്ല, പക്ഷേ ഗ്രാമത്തിൽ വേണം. ഒരു ബൾബ് മാറ്റിയിടാൻ എത്ര പേർക്കറിയാം? സ്കൂളിൽ കയറി പൊക്കത്തു നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ തല്ലിയലച്ച് വീഴുന്നവരുണ്ട്. കാരണം സ്കൂളിൽ നിൽക്കുമ്പോഴുള്ള ബാലൻസ് അവർക്കറിയില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, മക്കൾ അങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല. നിരവധി മാതാപിതാക്കളുടെ ഡയലോഗാണിത്. ഒരു സത്യമുണ്ട്, കഷ്ടപ്പാടുകൾ മനുഷ്യജന്മത്തിൽ അനുഭവിക്കണം. അച്ഛൻ അനുഭവിച്ച തരത്തിലുള്ളതല്ല മക്കൾ അനുഭവിക്കുന്നതെന്ന് മാത്രം. വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാത്ത ഒരാളെപ്പോലും ഭൂമിയിൽ കാണാനാവില്ല. എന്താണ് കഷ്ടപ്പാട്? കാറിൽ പോകുന്നതിന് പകരം ബസ്സിൽ പോകുന്നതോ? ഓട്ടോയിൽ പോകുന്നതിന് പകരം നടക്കുന്നതോ? ഒരു നേരം ചിക്കൻ ഇല്ലാതെ കഞ്ഞി കുടിക്കുന്നതോ? ലളിത ജീവിതം നയിക്കുന്നതോ? ദേഹത്ത് എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിലും സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്തവർ ശരിക്കും വികലമായ അംഗങ്ങളുള്ളവരല്ലേ? സ്വന്തം കാഴ്ചകൾക്കപ്പുറത്തേക്കു കണ്ണുകൾ എത്താത്തിടത്തോളം കാലം നമ്മിൽ തിരുത്തലുകൾ ഉണ്ടാവില്ല. ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ 3 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടു. ആ കുഞ്ഞിന് പഞ്ചസാര വേണം. അമ്മ കൊടുക്കാൻ തയ്യാറായി, പക്ഷേ മുത്തശ്ശി സമ്മതിച്ചില്ല. കുട്ടി കരഞ്ഞു വീട് വിളിച്ചിട്ടും മുത്തശ്ശി അനങ്ങാതായപ്പോൾ ഞാൻ പതുക്കെ ഇടപെട്ടു, പക്ഷെ അവർ വഴങ്ങിയില്ല. ലോകത്ത് ഒരു കുട്ടിയും പഞ്ചസാര കിട്ടാത്തതുകൊണ്ട് കരഞ്ഞു മരിച്ചിട്ടില്ല എന്നായിരുന്നു അവരുടെ ഉത്തരം. അവർ പറയുന്നതിലും കാര്യമില്ലേ? ലോകം മുഴുവൻ കുട്ടികളുടെ പിടിവാശിക്ക് നിൽക്കണമെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വലുതായാലും സങ്കടപ്പെടാനേ നേരം കാണൂ. ഈയിടെ ദുബായ് മാസികയിൽ ജപ്പാനിലെ സ്കൂൾ കുട്ടികളെ എഴുതിയിരുന്നു. അവിടെ സ്കൂളിൽ ജോലിക്കാരൊന്നുമില്ല. ടോയ്ലറ്റും സ്കൂളുമൊക്കെ വൃത്തിയാക്കുന്നത് കുട്ടികളാണ്. അധ്യാപകരെ ബഹുമാനിച്ചും പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് കുട്ടികൾ പഠിക്കുന്നത്. കുട്ടികളിൽ ലേണിംഗ് എക്സ്പീരിയൻസ് വളർത്താനാണിത്. ഈ മനോഭാവം ഉള്ളതുകൊണ്ടാണ് സഹകരണ മനോഭാവവും രാജ്യസ്നേഹവും അലസതയില്ലാതെ അധ്വാനിക്കാനുള്ള മനസ്സും അവർക്കുണ്ടായത്. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നാലോ? കുട്ടി വെയിൽ കൊള്ളുന്നത് ശിക്ഷയായി കാണുന്ന രാജ്യമാണിത്. ഇവൻ പിന്നീട് ഒരു പണിയും കിട്ടാതെ ഗൾഫിലെ 50 ഡിഗ്രി ചൂടിൽ പണിയുമ്പോൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണം, പക്ഷെ അത് ശ്രദ്ധയോടെ അവൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ അച്ഛന്മാരും ഒരുപോലെയല്ല, അതുപോലെ എല്ലാ മക്കളും. കാലം ചില ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നടന്ന ചില വഴികൾ ശരിയല്ലെന്നും സ്വന്തം കാലിൽ മക്കളെ വളർത്താൻ അല്പം കഷ്ടപ്പാടൊക്കെ കൊടുത്ത മാതാപിതാക്കളായിരുന്നു ശരിയെന്നും തിരിച്ചറിയും.
പഞ്ചസാരത്തരികളും മണൽത്തരികളും നിറഞ്ഞ ജീവിതത്തിൽ മധുരം പെട്ടെന്ന് അലിഞ്ഞു പോകും. ജീവിതമാകുന്ന മന്ദിരത്തെ പക്ഷേ അറിയാതെ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത് മധുരം തരാത്ത മണൽത്തരികളായിരിക്കും.